സ്വർഗത്തിൽ നമ്മൾ പോയില്ലെങ്കിലോ? സംശയിക്കണ്ട, എവിടെ പോവും? നരകത്തിൽ പോകും. അവിടെ ചെന്നാൽ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:9. താഴോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ പറ്റി പരിശുദ്ധാത്മാവ് യെശയ്യാവിൽ കൂടെ കൊടുത്ത കുറച്ച് വെളിപ്പാടുകൾ പറഞ്ഞിരിക്കുക. നിന്റെ വരവിങ്കൽ പാതാളം നിന്റെ നിമിത്തം. അടുത്ത വാക്യം, അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുകയും. ഇവിടെ നോക്കി, നിന്റെ വരവിങ്കൽ തന്റെ പാതാളം നീ നിമിത്തം എന്ത് ചെയ്യുന്നു? ഇളകും എന്ന് പറഞ്ഞാൽ നമ്മളെ റിസീവ് ചെയ്യാൻ വേണ്ടി. ആണ്ട്രാ അനീഷ് വരുന്നു, ആണ്ട്രാ എന്റെ പേര് പറയാൻ പരിഭവമില്ലല്ലോ, ആണ്ട്രാ അനീഷ് വരുന്നു. അയ്യോ, ഞാനെങ്ങാനും നരകത്തിൽ പോയി അവിടെ കൊണ്ടാട്ടമായിരിക്കും. സംശയമുണ്ടോ? സ്തോത്രം. സ്വർഗത്തിൽ പോയാലോ? സ്വർഗത്തിൽ പോയാൽ എതിരേക്കാൻ ദൂതന്മാരുണ്ട്. അതുകൊണ്ട് അപ്പട്ട് നാഗൽ സായിപ്പ് ഒരു പാട്ടുപാടി, ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, ഏൽപ്പാനായി ദൈവദൂതർ. ഇത്ര പ്രത്യാശയുള്ള പാട്ടാ. സ്തോത്രം. ആ ലൈനുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രസംഗിക്കണം. മണിക്കൂറുകൾ വേണം, മണിക്കൂറുകൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പാട്ട് കേൾക്കണം. അതിനകത്തൊരു വരി ഞാൻ പറയാം. തേടുവാൻ ജഡത്തിൻ സുഖം ഓ ഇപ്പോഴല്ല, പിന്നെ എന്തുവാ? സ്വന്ത നാട്ടിൽ ദൈവമൂഹം കാണുകയത്രേ. ചത്ത് നമ്മൾ കിടക്കുമ്പോ മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാതെ ആ പാട്ട് സ്വന്തമായിട്ടൊന്ന് പാട്. പേടിക്കൊന്നും വേണ്ട, പാട്ടുപാടിയൊന്നും തട്ടിപ്പോകത്തില്ല. നമ്മളിട്ട ദുഃഖ സ്വരമായി പോയ ആ പാട്ടിന് രക്തത്താല് ജയം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ എതിരേൽക്കാൻ ദൂതന്മാർ വരും. സ്വർഗത്തിൽ നമ്മളെ ചേർക്കാൻ ദൂതന്മാർ വരും. സന്തോഷമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാ പാതാളത്തിൽ ചെല്ലുമ്പോൾ നിന്റെ വരവിങ്കൽ പാതാളം നിന്റെ നിമിത്തം ഇളകും. വരുന്നു വരുന്നു വരുന്നു. പിന്നെ അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുന്നു. അടുത്ത വാക്യം, ആ വാക്ക് നോട്ട് ചെയ്യണം. ജാതികളുടെ സകല രാജാക്കന്മാരെയും എവിടുന്ന്? അതിനകത്തൊരു രസമുണ്ടത്. ഇവർക്ക് സിംഹാസനം ഇവിടെയുണ്ട് അവിടെയുണ്ടെന്നുള്ളതാണ്. രക്തത്താല് ജയം. അവിടെയും സിംഹാസനം ഉണ്ടെന്നുള്ളതാണ്. സിംഹാസനം തന്നെയാ, കസേരയല്ല, സിംഹാസനം തന്നെ. അവിടുന്ന് അവരെ എഴുന്നേൽപ്പിക്കും. അടുത്ത വാക്യം വായിച്ചാ മാമേ. എന്റെ ചിന്ത ഇനി മറന്നു പോകരുത്. ഈ വാക്യ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വാക്യം. അവരൊക്കെയും നിന്നോട് ബലഹീനൻ ആയോ, നീയും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പാതാളത്തിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ടങ്ങനെ ചെല്ലേണ്ടി വന്നാൽ ചോദിക്കുന്ന ചോദ്യത്തെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. നീയും ഞങ്ങളെ പോലെ ബലഹീനൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കോ പറ്റിയില്ല ബലപ്പെടാൻ, ഞങ്ങൾക്കോ ഒന്ന് ശക്തിപ്പെടാൻ പറ്റിയില്ല. ഞങ്ങളോട് നൂറുകണക്കിന് ആൾക്കാർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കത് പറ്റിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. ബൈബിൾ കൊണ്ട് പോകുന്ന നിന്നെ കണ്ടപ്പോ ഞാൻ ഓർത്തു, നിശ്ചയമായിട്ടും നീ ഇവിടെ വരത്തില്ല, നീ ബലാത്കാരം ചെയ്ത് സ്വർഗത്തിൽ പോകുമെന്ന്. നിന്റെ കയ്യടി കണ്ടപ്പോ ഞാൻ ഓർത്തു നീ ഉറപ്പാണെന്ന്. നിന്റെ അന്യഭാഷ കേട്ടപ്പോ ഞാൻ ഓർപ്പിച്ചു നീ ഉറപ്പായിട്ട് പോകുമെന്ന്. നീ സ്തോത്രം പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഓർത്തു നീ പോകുമെന്ന്. പക്ഷെ നീയും ഞങ്ങളെ പോലെ. അടുത്തത്, നീയും ഞങ്ങൾക്ക് നിരാശപ്പെട്ടോണ്ട് പറയാ, അയ്യോ ഞാൻ ഓർത്ത് നീ പോകുന്നു, അയ്യോ ഞാൻ ഓർത്ത് നീ ചെല്ലുന്നാണല്ലോ ഓർത്ത്. നിന്റെ കയ്യടി അത്ര പവർഫുൾ ആയിരുന്നല്ലോ, നിന്റെ അന്യഭാഷ അത്ര പവർഫുൾ ആയിരുന്നല്ലോ, നീ സ്തോത്രം പറഞ്ഞപ്പോ അത്ര പവർഫുൾ ആയിരുന്നല്ലോ, നീ കർത്താവിന് കിട്ടുന്ന മൊത്തം കൊടുത്തതല്ലേ, നീ സ്വർഗത്തിൽ പോകുന്ന ഞാൻ ഓർത്ത്. പക്ഷെ നീയും ഞങ്ങളെ പോലെ ആയിപ്പോയോ? ഹലോ, ലൈഫ് എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആണ്. തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ തമ്പുരാന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പഞ്ചപുച്ഛമടച്ച് ആൻസർ പറയാൻ ഞാനും നിങ്ങൾ കടപ്പെട്ടവരാ. ആ തകർച്ചയുടെ ദിവസങ്ങൾ വന്ന് കയറുന്നതിന് മുമ്പ് ഒരു കച്ചിത്തുരുമ്പ് പോലെ നിത്യതയെ കയറി പിടിക്കാൻ സ്വർഗത്തെ
കയറി പിടിക്കാൻ ഇന്ന് പകൽ കൊതിയുള്ള എത്ര ആത്മീയർ ഇതിനകത്തിരിപ്പുണ്ട്? ചേർന്ന് ഒരിക്കൽ കൂടെ കാര്യങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ആമേൻ, ആമേൻ. നിങ്ങളുടെ ഒരു സാധാരണ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയാ, നിത്യത പോകുന്നതൊന്നും എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഹോൾ വിട്ടിറങ്ങാവൂ. സ്വർഗം നഷ്ടപ്പെടുന്ന ഉയർച്ച എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന മിനിസ്ട്രി എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന കസേര എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്ന സമ്പത്ത് എനിക്ക് വേണ്ട, സ്വർഗം നഷ്ടപ്പെടുന്നത് ഒന്നും വേണ്ട. എനിക്ക് വലിയത് നിത്യതയാണ്. ഈ പകൽ തിരിച്ചറിയുന്നവർ ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കേ. Praise the Lord. Praise the Lord. മൂന്നാം സ്വർഗം വരെ പോയ പൗലോസിനെ പറ്റി ഞാൻ മിനിങ്ങാന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കിലിക്കിയ, ആസിയ, പെർഗമോസ്, തൊയ്യത്തിലെ ഒത്തിരി സ്ഥലങ്ങൾ പ്രസംഗിച്ച ആളാ. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും പുള്ളിക്ക് ജഡത്തിനൊരു ശൂലം ഉണ്ടായിരുന്നു. അത് മാറാൻ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, രോഗം മാറ്റത്തില്ല, വേണമെങ്കിൽ എന്റെ കൃപ എന്ത് ചെയ്യാം, തരാം. രണ്ടാം വട്ടം പിന്നെയും പറഞ്ഞു, കർത്താവേ രോഗം മാറ്റിത്താ, നോ, കൃപ തരാം. മൂന്നാം വട്ടമായി പറഞ്ഞു, കർത്താവ് എന്നോട് മാത്രം എന്താ ക്രൂരത? യൂത്തിക്കോസ് എഴുന്നേറ്റ് പോയി, അറിയാമോ, എന്റെ റൂമാല് കൊണ്ടിട്ടവർ സൗഖ്യമായി, എനിക്ക് മാത്രം എന്താ സൗഖ്യം തരാത്തേ? പറഞ്ഞ മറുപടി കേൾക്കണോ? ദേഷ്യമുള്ളത് കൊണ്ടോ വിഷമുള്ളത് കൊണ്ടല്ല. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിന്റെ ഹൃദയം നിഗളിച്ചു പോയാൽ എനിക്ക് നിന്നെ നിത്യതയിൽ വെക്കാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കിയാൽ നിനക്ക് സൗഖ്യം വരും, പക്ഷെ സൗഖ്യമാക്കാത്തതിന്റെ കാരണം എനിക്ക് നിന്നെ നിത്യതയിൽ കൊണ്ടുപോകണം. എന്റെ ചിന്ത പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാൻ പോവാ. എന്ന് ആ ചിന്ത പൗലോസിന്റെ അകത്തോട്ട് വന്നോ, അന്ന് പൗലോസ് പറഞ്ഞു കാണും, കർത്താവേ ഈ രോഗസൗഖ്യം എന്റെ സ്വർഗത്തെ തടയുമെങ്കിൽ ഞാൻ ഇങ്ങനെ മരിച്ചോളാം, ഞാൻ ഇങ്ങനെ മരിച്ചോളാം. ഇതാണ് എന്റെ നിലവാരമെങ്കിൽ ഞാൻ ഇങ്ങനെ മരിച്ചോളാം. ഇന്ന് പകൽ പറയുന്ന എത്ര ദൈവമക്കൾ ഒന്ന് എഴുന്നേറ്റ എവരിബഡി സ്റ്റാൻഡ്. ആ കരങ്ങളെ അടിച്ചാൽ നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. എല്ലാവരും ചാരി എഴുന്നേറ്റാട്ടെ. ആരും അലക്ഷ്യമാ നിൽക്കുക. 40 നിമിഷങ്ങൾ ഇന്ന് പകൽ ഈ സമാപന യോഗത്തിൽ കാര്യങ്ങളെ തട്ടി ആദരങ്ങളെ തുറന്ന് 40 നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നമ്മുടെ നിത്യതയാണ് വലിയത്, നമ്മുടെ സ്വർഗമാണ് വലിയത്, ഭൂമി ഒന്നുമല്ല.